അസ്സലാമലൈക്കും പാപ്പ. വലൈക്കും അസ്സലാം മോനെ. ഇന്ന് സ്കൂളിൽ പോവാൻ ഉമ്മ എന്തെല്ലാം വാങ്ങി തന്നത് കണ്ടോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കുട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ലേ? അതെ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാ. അതിനിപ്പോൾ എന്താ? ഇതൊക്കെ പഴയ തയ്ക്കാനാ, എന്ത് ചെയ്യും? അതെല്ലാം വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലത്ത് കൊണ്ടിടും, അല്ലാതെ എന്ത് ചെയ്യാനാ? ഈ പ്ലാസ്റ്റിക് എല്ലാം നശിച്ചു പോവാതെ ഇവിടെ തന്നെ കിടക്കും. എവിടെ നോക്കിയാലും ഇതന്നെ. ആരെ ഈ പറയുന്നേ? ഈ ഇരിക്കുന്ന കസാര വരെ പ്ലാസ്റ്റിക് അല്ലേ? 5-6 വർഷമായി ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. ഞാൻ പോയാലും ഈ കസാല പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഓ, വലിയ തമാശ. ഇത് തമാശയൊന്നുമല്ല. ഓരോ ആഴ്ച ഓരോ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പിടിയിൽപ്പെട്ട് ഒടുങ്ങും. 2035 ആകുമ്പോഴത്തേക്കും ഇതിനൊക്കെ വില കൊടുത്ത് ഓക്സിജൻ സിലിണ്ടർ വാങ്ങേണ്ടി വരും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?